പത്തരമാറ്റ് സീരിയലിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏഞ്ചലറിൽ എത്തിയ സ്വർണത്തിൽ ഭൂരിഭാഗവും മായം ചേർത്ത സ്വർണമാണെന്ന് നന്ദു തിരിച്ചറിയുകയാണ്. അങ്ങനെ നന്ദു ആ വിവരം ആദർശിനോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യം എന്തായാലും കണ്ടുപിടിക്കണമെന്ന് ആദർശ് നന്ദുവിനോട് പറയുകയാണ്. അങ്ങനെ നന്ദു ഡേവിഡിന്റെ ഫോൺ ഹാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഡേവിഡ് ആരെയെല്ലാം ഫോൺ ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ തെളിവുകളോടുകൂടി നാഗേന്ദ്രനെയും ഡേവിഡിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവന്തികയും നാഗേന്ദ്രൻ ചതിക്കാൻ വന്നതാണെന്ന് അനന്തപുരിയിൽ എല്ലാവരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ വാർത്ത കേട്ട് അനന്തപുരിയിൽ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രന് വലിയൊരു തുക തന്നെ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുന്നുണ്ട്. വൈകാതെ തന്നെ പോലീസ് ഏഞ്ചലറിയുടെ എല്ലാ ബ്രാഞ്ചുകളും അടച്ചു പൂട്ടുകയാണ്. വൈകാതെ തന്നെ നാഗേന്ദ്രന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരികയാണ്. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാത്ത അവസാനമാണ് നാഗേന്ദ്രന് ഡേവിഡിന് കിട്ടിയത്. അങ്ങനെ അവന്തികയുടെ ചതി മനസ്സിലാക്കിയ മുത്തശ്ശൻ അവന്തികയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. മാത്രമല്ല നവീനുമായി അവന്തികയുടെ വിവാഹം തീരുമാനിച്ചിരുന്നു, അതും വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നമ്മുടെ അനിമോൻ്റെ അവസ്ഥയായേനെ നവീനും എന്തായാലും കാര്യങ്ങൾ ഇത്ര നേരത്തെ അറിഞ്ഞത് നന്നായി എന്ന്. വിവാഹം ഒഴിഞ്ഞത് നവീന് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നവീൻ്റെ വീട്ടിൽ വിളിച്ച് പറയുകയാണ്, അവന്തിക നല്ലൊരു പെൺകുട്ടിയല്ല, അബിയുടെയും ജലജിയുടെ അതേ സ്വഭാവം തന്നെയാണ് അവൾക്ക്, അവളുടെ കള്ളത്തരങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് പറയുകയാണ് മുത്തശ്ശൻ. നവീന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം നന്ദുവുമായിട്ടുള്ള വിവാഹകാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു നവീൻ. അങ്ങനെ മൂർത്തി ജ്വല്ലറി നശിപ്പിക്കാൻ നോക്കുന്ന യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനെ മുത്തശ്ശി ആരതി ഒഴിഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കാണിച്ച പിണക്കം അത് സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം എൻ്റെ മുന്നിലില്ല. മോൻ എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. തന്നോട് മുത്തശ്ശൻ കാണിച്ച വെറുപ്പ് സത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു എന്ന സത്യം ആദർശ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവന്തിക തിരിച്ച് അയർലൻഡിൽ തന്നെ പോവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇവിടെ ഇത്രയും കാലം നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇവിടെയുള്ള സ്വത്തുക്കളാണ്. അതുകൊണ്ട് അനന്തപുരിയിലെ സ്വത്തുക്കൾക്ക് യാതൊരു അവകാശവും അവന്തികയ്ക്കും ജലജയ്ക്കും അഭിക്കുമില്ല എന്ന് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് അബിയും ജലജയും അവന്തികയും. മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് നവ്യയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമമാകുന്നുണ്ട്. അങ്ങനെ നവ്യ ദേഷ്യവും സങ്കടവും സഹിക്കാനാകാതെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്താണ് മുത്തശ്ശൻ എൻ്റെ അബിയോട് മാത്രം ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്? അവനെ അവൻ്റെ അമ്മയും ഈ വീട്ടിൽ ആരുമല്ലേ? എന്താണ് അബിക്ക് സ്വത്തിലൊരു അവകാശവും ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ എല്ലാ കാര്യങ്ങളും നീ പതിയെ മനസ്സിലാക്കും. തെറ്റായ തീരുമാനമൊന്നും ഈ മുത്തശ്ശൻ ഒരിക്കലും എടുക്കില്ല. ഇവിടുത്തെ സ്വത്തിലുള്ള അവകാശം നിനക്കും നിന്റെ കുഞ്ഞിനുമുണ്ട്. പക്ഷെ ഇപ്പോൾ നിനക്ക് സ്വത്തുക്കൾ തന്നാൽ അബിയും ജലജ നിന്നെ ഇല്ലാതാക്കും. എന്തായാലും അതോടുകൂടി ഏഞ്ചലറിയുടെ തകർച്ച ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറി വീണ്ടും ഉയർച്ചയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ മൂർത്തി ജ്വല്ലറിക്ക് നഷ്ടമായ എല്ലാ കാര്യങ്ങളും വീണ്ടും തിരിച്ചു വരികയാണ്. ഒരുപാട് നല്ല രീതിയിലുള്ള പ്രൊജക്റ്റും കാര്യങ്ങളും കസ്റ്റമേഴ്സിനെയും എല്ലാം മൂർത്തി ജ്വല്ലറിക്ക് കിട്ടുകയാണ്. അങ്ങനെ പഴയ രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ ആദർശിനെ കുറ്റപ്പെടുന്ന സ്വഭാവം നവ്യ വീണ്ടും തുടരുകയാണ്. അങ്ങനെ നവ്യ കനകയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അമ്മേ, അനന്തപുരിയിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലേ? അനന്തപുരിയിലെ സ്വത്തുക്കൾക്ക് അബിക്ക് ഒരു അവകാശവുമില്ല. ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അമ്മേ. ആദർശേട്ടനാണ് എല്ലാ തെറ്റുകളും ചെയ്തത്. ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണ്. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് ആദർശേട്ടനാണ് മുത്തശ്ശൻ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് നവ്യ. ആ സമയം നവ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കനകയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ കനക നവ്യയുടെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ്. മോളെ, നീ വിചാരിക്കുന്നത് പോലെ ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല, അതിൻ്റെ ഭർത്താവ് അബിയാണ്. അങ്ങനെ ദേഷ്യ സങ്കടം സഹിക്കാനാകാതെ കനക പറയുകയാണ്. കനക പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ നവ്യ വാതിൽ ആഞ്ഞടയ്ക്കുന്നുണ്ട്. അങ്ങനെ ജലജ നവ്യ വാതിൽ തുറക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും നവ്യ വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ കനക ആകെ പേടിച്ചുകൊണ്ട് ആദർശിനെയും നയനെയും വിളിക്കുകയാണ്. അങ്ങനെ ആകെ ടെൻഷനായിക്കൊണ്ട് ആദർശൻ നയനെ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആദർശൻ നയനെ മുട്ടി വിളിച്ചെങ്കിലും നവ്യ വാതിൽ തുറക്കുന്നേയില്ല. അങ്ങനെ ആ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ്. അങ്ങനെ റൂമിലോട്ട് ഓടി വരുന്ന ആദർശൻ നയനെയും കാണുന്നത് ബോധം കെട്ട് കിടക്കുന്ന നവ്യയാണ്. അങ്ങനെ നവ്യ എത്ര വിളിച്ചിട്ടും നവ്യ ഉണരുന്നില്ല. അങ്ങനെ നവ്യയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്, ഇതുവരെ ബോധം വന്നിട്ടില്ല. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും ഈ വാർത്ത കേട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അതേസമയം ജലജയ്ക്ക് അബിക്ക് വലിയ സന്തോഷമാണ്. നവ്യയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ
വളരെയധികം സന്തോഷിക്കുകയാണ് അഭിയും ജലജയും. ഇന്ന് നവ്യയുടെ അവസ്ഥയാണെങ്കിൽ കാര്യമായി പുരോഗതി ഇല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇങ്ങനെ